Hi dears, Lachumasana. Majority of students പറയാറുണ്ട് മിസ്സേ chemical reactions it is very tough മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് എഴുതാൻ സാധിക്കുന്നില്ല ആ ക്വസ്റ്റ്യൻ കണ്ടാൽ ടെൻഷൻ ആണ് എന്നാൽ ഞാൻ പറയുന്നു the chemical reactions of organic compound it is very simple എത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക് ടഫ് ആയിട്ട് വരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എവിടെയും പോണ്ട ഇവിടെ ഇരിക്കുക ചില ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് എനിക്ക് പഠിക്കാൻ പറ്റില്ല എത്ര പഠിച്ചാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയല്ല നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കളാണ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കും എവിടെയില്ല നമ്മുടെ സിലബസിലില്ല ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ട്രിക്സും ടിപ്സും പറഞ്ഞുതരാം ആ ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കംപ്ലീറ്റ് റിയാക്ഷൻസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ ഇനി അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചാലും ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ആ ഒരു പോയിന്റ് ആ ഒരു ട്രിക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഇതുവരെ റിയാക്ഷൻ മനസ്സിലാക്കാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് ആ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഫുൾ മാർക്ക് നേടാൻ സാധിക്കും ആ ഒരു ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാമിന് സ്വതവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടല്ലേ ഇതുപോലത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടടാ ഒറ്റയടിക്ക് നമുക്ക് 4 മാർക്ക് കിട്ടിയില്ലേ ആ സിമ്പിൾ ട്രിക്സ് മാത്രം മതി നിങ്ങളുടെ മനസ്സിലാവും സോ ഈ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക കാണുക എന്നിട്ട് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ലാസ്റ്റിലേക്ക് ചെയ്യുന്നുണ്ട് അത്രയും സിമ്പിൾ ആയിരുന്നു നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് പറയാറുണ്ട് ചില ആളുകൾക്ക് ഈസി ആയിരിക്കും കേട്ടോ നേരെ മറിച്ച് ചില ആളുകൾക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവരൊക്കെ ഈ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യട്ടെ ഇംപ്രൂവ് ചെയ്യട്ടെ അവരുടെ എക്സാം നന്നായിട്ട് എഴുതട്ടെ ഓക്കെ അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഈ 5 റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ ഇതാ ഈ കാണുന്ന സ്ലൈഡ് പഠിച്ചു വെച്ചാൽ മതി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം തന്നിരിക്കുന്ന റിയാക്ടന്റ് സൈഡ് അല്ലെങ്കിൽ റിയാക്ടന്റ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കണം പൂരിത ഹൈഡ്രോകാർബൺ ആയിരിക്കണം ഈ ഒറ്റ പോയിന്റ് പഠിച്ചു വെച്ചാൽ മതിയടാ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ എന്താണ് ഹൈഡ്രോകാർബൺ സാച്ചുറേറ്റഡ് ആയിരിക്കണം പൂരിത ഹൈഡ്രോകാർബൺ ആയിരിക്കണം അതായത് സിംഗിൾ ബോണ്ട് അടങ്ങിയ ഹൈഡ്രോകാർബണുകളിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മനസ്സിൽ വെച്ചോളൂ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് അഡിഷൻ റിയാക്ഷൻ അല്ലേ അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിലാണ് അപൂരിത ഹൈഡ്രോകാർബൺസിലാണ് അപൂരിത ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അല്ലേ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോകാർബൺസിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് അഡിഷൻ റിയാക്ഷൻ ആണ് അഡിഷൻ രാസപ്രവർത്തനമാണ് പോയിന്റ് കിട്ടിയല്ലോ നിങ്ങൾക്ക് ടിപ്പ് കിട്ടിയല്ലോ ഇനി അടുത്തതിലേക്കാണ് കമ്പസ്റ്റൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ജ്വലനം അഥവാ കമ്പസ്റ്റൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ ബേൺ ചെയ്യാണല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു ഹൈഡ്രോകാർബൺ നമ്മുടെ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തെല്ലാമായിട്ട് മാറുന്നു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു അല്ലേ നമ്മൾ ശ്രദ്ധിക്കണേ ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ അത് ഒന്നിലല്ലേ അല്ലടാ ചെറിയ ഹൈഡ്രോകാർബൺ ആവട്ടെ വലിയ ഹൈഡ്രോകാർബൺ ആവട്ടെ ഏതൊരു ഹൈഡ്രോകാർബണും കമ്പസ്റ്റൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രൊഡക്റ്റുകൾ തന്നെയാണ് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണ് കിട്ടുന്നത് അവിടെ വേണമെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും ഹീറ്റ് എനർജി എന്നും ലൈറ്റ് എനർജിയും അതും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്തൊരു സാധനം കത്തിച്ചാലും അവിടെ എന്താണ് താപോർജവും ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് യെസ് നമ്മുടെ പ്രകാശവും ഉണ്ടാവുന്നുണ്ട് ലൈറ്റ് എനർജിയും അതുപോലെ തന്നെ ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ CO2 H2 ആണ് ഇനി തേർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വേറെ ഒന്നുമല്ല തേർമൽ ക്രാക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഹയർ മോളിക്കുലർ മാസ് ഉള്ള ഒരു വസ്തുവിനെ ചെറിയ മോളിക്കുലർ മാസ് ഉള്ള ആളുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് in the absence of air ശ്രദ്ധിക്കണേ in the absence of air നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വലിയ കോമ്പൗണ്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത് 7 കാർബൺ ആറ്റം അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട് ആണ് അല്ലേ ഹെപ്റ്റെയിൻ എന്ത് ചെയ്യുന്നുണ്ട് യെസ് നമ്മളുടെ പ്രൊപ്പീനും ബ്യൂട്ടീനുമായിട്ട് മാറുന്നുണ്ട് രണ്ട് ചെറിയ മോളിക്കുലർ ഫോർമുലയുള്ള അല്ലെങ്കിൽ ചെറിയ മോളിക്കുലർ മാസ് ഉള്ള കോമ്പൗണ്ടുകളായിട്ട് മാറുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട് ഇവിടെ നമുക്ക് എന്തെല്ലാം കിട്ടും അറിയോ യെസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണും കിട്ടും
അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണും കിട്ടും. പ്രൊട്ടക്ട് സൈഡിൽ പൂരിത ഹൈഡ്രോകാർബണും ഉണ്ടാവും, അപൂരിത ഹൈഡ്രോകാർബണും ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ഹെപ്റ്റീൻ എന്താണ്, തെർമൽ ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 പ്രൊഡക്റ്റുകൾ ലഭിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ ബ്യൂട്ടേനും അതുപോലെ തന്നെ പ്രൊപ്പീനും അല്ലെ. ബ്യൂട്ടേൻ ഇറ്റ് ഇസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. പ്രൊപ്പീൻ എന്ന് പറയുന്നത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അതിൽ ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യെസ്, നമ്മുടെ ഏതൊരു പോളിമറൈസേഷൻ റിയാക്ഷനിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ കാണുന്ന N എന്ന് പറയുന്നത്. എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലെ. ഒരുപാട് ചെറിയ ചെറിയ മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിമർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ആളുകളൊക്കെ ആരാണ്? മോണോമേഴ്സ് ആണ് അല്ലെ. അപ്പോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈത്തീൻ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോളി ഈത്തീൻ കിട്ടുന്നത്. ആ പ്രൊഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു. 2 ബോണ്ട് അല്ലെ, ഈ നടുക്കുള്ള ഡബിൾ ബോണ്ടിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് 2 ഭാഗത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ N എഴുതുന്നു. ഈ N എഴുതാൻ വിട്ടുപോകരുത് കേട്ടോ, കാരണം അത്രയും എന്തുണ്ടെന്നാണ് അർത്ഥം? ഈത്തീൻ മോളിക്യൂൾസും ബോണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പോളി ഈത്തീൻ കിട്ടി. ഇനി വിനൈൽ ക്ലോറൈഡ് നോക്കിക്കേ. വിനൈൽ ക്ലോറൈഡ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്കും കൊടുത്തു അല്ലേ. സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചു, താഴെ നമ്മൾ എന്ന് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടി? പോളി വിനൈൽ ക്ലോറൈഡ് കിട്ടി. പോളി വിനൈൽ ക്ലോറൈഡിനെയാണ് PVC എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ടെട്രാഫ്ലൂറോ ഈത്തീൻ, CF2 ഡബിൾ ബോണ്ട് CF2. അതേപോലെ തന്നെയാണല്ലേ, നമ്മൾ എന്ന് എഴുതുന്നു, ഗിവ്സ് കൊടുക്കുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, താഴെ എന്ന് എഴുതുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഡബിൾ ബോണ്ട് നമ്മൾ എന്തായിട്ട് വരച്ചിട്ടുണ്ട്? സിംഗിൾ ബോണ്ട് ആയിട്ട് വരച്ചിട്ടുണ്ട്. യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഈ 3 റിയാക്ഷനും അല്ലാതെ വേറെ ഒരു റിയാക്ഷനും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കില്ലടാ. സിമ്പിൾ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് ഈത്തീൻ. വിനൈൽ ക്ലോറൈഡ് എന്ന് വരുമ്പോൾ എന്താണ്? CH2 ഡബിൾ ബോണ്ട് CHCl എന്നാണ് വരുന്നത്. ഇനി ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്ന് പറയുന്നതോ CF2 ഡബിൾ ബോണ്ട് CF2 ആണ്. അതിന്റെ ഒക്കെ പോളിമറൈസേഷൻ റിയാക്ഷൻ ചോദിക്കാറുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദ മോണോമർ ഓഫ് റബ്ബർ. റബ്ബറിന്റെ മോണോമർ എന്താണ്? റബ്ബർ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്, അതിന്റെ മോണോമർ ആണ് ഐസോപ്രിൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വേഗം ഈ പറഞ്ഞ ട്രിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് വേഗം ആൻസർ പറഞ്ഞേ. എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്? ഫസ്റ്റ് വൺ ഞാൻ എടുക്കുകയാണ്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്, പൂരിത ഹൈഡ്രോകാർബൺ ആണ്. അത് എന്ത് തന്നെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ് അല്ലേ. അപ്പൊ എനിക്ക് പറയാം, ഈ തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ആദേശ രാസപ്രവർത്തനമാണ്. പ്രൊഡക്റ്റ് സൈഡിൽ എന്താ വരുന്നത് നോക്കിക്കേ. ഇവിടെയുള്ളൊരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ഇവിടെയുള്ളൊരു ക്ലോറിൻ ഇങ്ങോട്ടേക്കും വരുന്നു അല്ലേ. അപ്പൊ ഫോർമുല എന്ത് വരുന്നു? CH3 CH2Cl പ്ലസ് HCl എന്ന് വരുന്നു. ക്ലിയർ ആണോ? ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ ഇങ്ങോട്ടേക്കും ഇവിടെയുള്ള ഒരു ക്ലോറിനെ ഇങ്ങോട്ടേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. എന്താണ് തന്നിരിക്കുന്നത്? C2H6 ഹൈഡ്രോകാർബൺ പ്ലസ് O2. പ്രൊഡക്റ്റ് സൈഡിൽ എന്ത് മാത്രമേ വരുള്ളൂ? CO2 പ്ലസ് H2O മാത്രമേ വരുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പസ്റ്റൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, ജ്വലനം എന്ന് പറയുന്നത്. സംശയമില്ലാതെ എഴുതാം. ഇനി അടുത്തത് NCH2 ഡബിൾ ബോണ്ട് CH2. അവിടെ N എന്ന് കണ്ടതുകൊണ്ട് നമുക്ക് കണ്ണടച്ചു പറയാം അത് എന്ത് റിയാക്ഷൻ ആണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണല്ലേ. പ്രൊഡക്റ്റ് സൈഡിൽ എന്താണ് വരുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് എഴുതുന്നു, താഴെ ഒരു N ഇടണം. അപ്പൊ അവിടെ എവിടെയാണ് നമുക്ക് വരുന്നത്? ഈ കാണുന്നതാണ് വരുന്നത്. പോളി ഈത്തീൻ ആണോ തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ട്രിക്സ് മാത്രം മതിയടാ നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നോക്കാണേ. റിയാക്ടൻ സൈഡിൽ ഒരാളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മാത്രമല്ല അയാൾ എന്താണ്? ഹൈ മോളിക്കുലർ മാസുള്ള ഒരാളാണ്. അതിനെ നമ്മൾ ചെറുതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് പറയാം, എന്താണ് പറയാൻ സാധിക്കുന്നത്? ഈ CH3 CH2 CH3 എന്നുള്ളത് തേർമൽ ക്രാക്കിംഗ് ആണ് സംഭവിക്കുന്നത്, താപീയ വിഘടനമാണ് സംഭവിക്കുന്നത്. അങ്ങനെ താപീയ വിഘടനം വഴി കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്താണ്? ആൽക്കീനുമാണ് അല്ലേ. നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ആയിരിക്കും എന്ന് പറഞ്ഞു. എടാ, ഈ ഒറ്റ ട്രിക്ക് പോരെ 4 മാർക്കാണ് നിങ്ങൾ നേടിയെടുത്തത്. അതേപോലെ ചിലപ്പോൾ എന്ത് ചോദിക്കാറുണ്ട്? ഇങ്ങനെ ഫില്ലപ്പ് ചെയ്യാൻ ചോദിക്കാറുണ്ട് അല്ലേ. A B എന്നൊക്കെ തന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്
അഡിഷൻ റിയാക്ഷൻ ആണ്, 100% ഉറപ്പാണ്. അഡിഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വരുന്നില്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതുന്നു വിതൗട്ട് എനി ഡൗട്ട്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. CH3Cl സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്, പൂരിത ഹൈഡ്രോകാർബൺ ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലേ. ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്കും ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും പോകുന്നു. അപ്പൊ ഫോർമുല എന്തായി? CH2Cl പ്ലസ് HCl എന്ന് കിട്ടി. CH2Cl2 എന്നുണ്ട്, കാരണം ഇവിടെ ഓൾറെഡി എന്തുണ്ട്? Cl ഉണ്ട്. ഇവിടേക്ക് ഒരു ക്ലോറിനും കൂടി വന്നപ്പോൾ എന്തായി? CH2Cl2 പ്ലസ് HCl എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. എടാ സ്ക്വയർ ബ്രാക്കറ്റ് എന്താ? പോളിമറൈസേഷൻ ആണല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? N എന്ന് എഴുതുന്നു, CH2 ഡബിൾ ബോണ്ട് CH2 ഈത്തീൻ എന്ന് എഴുതുന്നു അല്ലേ. കാരണം എന്താണ്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് രണ്ട് സൈഡിലേക്കും പോകുന്നത്. പോളിമറൈസേഷൻ റിയാക്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി അടുത്തത് CH4 ഉണ്ട് പ്ലസ് എന്താണെന്ന് തന്നിട്ടില്ല. H2 ആണോ Cl2 ആണോ O2 ആണോ എന്നറിയില്ല. പ്രൊഡക്റ്റ് സൈഡിൽ എന്ത് തന്നിട്ടുണ്ട്? CO2 ആൻഡ് H2O തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ O2 മാത്രമേ വരത്തുള്ളൂ അല്ലേ. കാരണം എന്താണ്? കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്, ജ്വലനമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെ. എന്തിൻ്റെയോ കൂടെ H2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CH3 സിംഗിൾ ബോണ്ട് CH3 കിട്ടി. അതിന്റെ അർത്ഥം ഇത് എന്താണ്? അഡിഷൻ റിയാക്ഷൻ ആണല്ലേ. സാച്ചുറേറ്റഡ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അപൂരിത ഹൈഡ്രോകാർബണെ പൂരിത ഹൈഡ്രോകാർബൺ ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോർമുല എന്താ വരിക? CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ് വരിക. നോക്കിക്കേ, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറുന്നത്. ഇനി എന്റെ മക്കൾ പറഞ്ഞേ, ഈ കെമിക്കൽ റിയാക്ഷൻസ് ടഫ് ആണോ? ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാൻ പ്രശ്നം വരുന്നുണ്ടോ? ഈസിയലിടാ. നമുക്ക് 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്റെ മക്കൾക്ക് 1 മാർക്ക് പോലും മിസ്സാവരുത്. സോ ഈ കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് സെറ്റാണ് മിസ്സേ മനസ്സിലായി, ഇനി ഞാൻ ഈ ചോദ്യം വന്നാൽ സ്കിപ്പ് ചെയ്യില്ല, 100% എനിക്ക് ഉറപ്പാണ് ഞാൻ ആൻസർ ചെയ്തിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാംസ് എഴുതുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് വീഡിയോ എന്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വന്തമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക ആസ് എ ഹോംവർക്ക്. ഇപ്പൊ തന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കരുത്, നമ്മുടെ എക്സാം ആണ്. ഇപ്പം തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട്, ട്രിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. സോ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈവിൽ കാണാം. ബൈ.